ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ അവസാന നാളുകൾ. മനുഷ്യനായി ജനിച്ച് മനുഷ്യരുടെ ഇടയിൽ പാർത്ത് മനുഷ്യന് വേണ്ടി പരമയാഗമായി തീരാനുള്ള ദൈവപുത്രൻ്റെ വലിയ യാത്രയുടെ സമാപനം കാൽവറി കുന്നിലാണ് അവസാനിച്ചത്. നമ്മൾക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ സ്വർഗീയ പിതാവേ, ഒരു പ്രഭാതവും കൂടി കാണിച്ചു തന്ന ദൈവസ്നേഹത്തിന് നന്ദി. ഈ പ്രഭാതത്തിൽ ദൈവവചനവുമായി അങ്ങയുടെ മക്കളോടൊപ്പം അല്പനേരം ഇരിക്കുവാൻ ഒരുക്കി തന്ന കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇലകളിലൂടെ എന്താണ് അങ്ങയുടെ മക്കൾക്ക് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത്, അത് പറയാനുള്ള ശക്തിയും അത് ഗ്രഹിക്കുവാനുള്ള കൃപയും അങ്ങയുടെ മക്കൾക്ക് കൊടുത്ത് അനുഗ്രഹിക്കണമേ. ആമേൻ. ഈ ദിവസം നമ്മൾക്ക് ഒരു ചോദ്യത്തിലൂടെ ഇന്നത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കാം. ചോദ്യം ഇപ്രകാരം: കഷ്ടവും സ്നേഹവും തമ്മിൽ ബന്ധമുണ്ടോ? ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം 1 പത്രോസ് 4:1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 1 പത്രോസ് 4:1 പറയുന്നത്: ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. അതേ അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ പറയുന്നത്: സകലത്തിനു മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പിൻ, സ്നേഹം പാപങ്ങളുടെ ബോധത്തെ മറയ്ക്കുന്നു. സകലത്തിനു മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പിൻ, സ്നേഹം പാപങ്ങളുടെ ബോധത്തെ മറയ്ക്കുന്നു. ക്രൂശ് മരണത്തിൽ മാത്രമേ നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹവും കഷ്ടതയും ഒരുപോലെ കാണുന്നുള്ളൂ. ഇതിനിടയ്ക്കും ഒരു ക്രിസ്തു ഉണ്ടായിരുന്നു. ബെത്ലഹേമിൽ ജനിച്ച് മാതാപിതാക്കളുടെ കൂടെ വളർന്ന് തുടർന്ന് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി അവരുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരു ക്രിസ്തു. ഈ സമയങ്ങളിലും ക്രിസ്തുവിൽ കഷ്ടവും സ്നേഹവും ഒരുപോലെ ഉണ്ടായിരുന്നു. ഈ കഷ്ടവും സ്നേഹവും എന്താ നമ്മൾ കാണുവാൻ മറന്നു പോകുന്നത്? നമ്മൾക്ക് ഒരാളെ പരിചയപ്പെടാം. സ്തെഫാനോസ്. അപ്പോസ്തല പ്രവൃത്തികൾ 6-7 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് സ്തെഫാനോസ് അനുഭവിച്ച കഷ്ടത കാണാൻ സാധിക്കും. പ്രതികൂലങ്ങളെ നേരിടുന്ന സമയത്ത് സ്തെഫാനോസിന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. അവസാനം കല്ലേറ് കൊള്ളുന്ന സമയം സ്വർഗത്തേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. യേശുവെ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് വിളിച്ചപേക്ഷിക്കയിൽ അവർ വീണ്ടും കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവെ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. ഇതാണ് വിജയകരമായ ക്രിസ്തു ജീവിതം. പക്ഷേ നമ്മൾക്ക് സ്തെഫാനോസിനെ പോലെ ആവാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ മനസ്സ് പതറിയാലും ക്രിസ്തുവിനെ നോക്കി യാഥാർത്ഥ്യത്തെ ധൈര്യപൂർവ്വം നേരിടാൻ നമ്മൾക്ക് കഴിയണം. ഇനി നമ്മൾക്ക് സ്നേഹത്തിലേക്ക് പോകാം. സ്നേഹമെന്ന വാക്കുപോലെ മനോഹാരിതമാണ് അതിൻ്റെ അർത്ഥവ്യാപ്തിയും. മാതാപിതാക്കൾ മക്കളോട്, മക്കൾ മാതാപിതാക്കളോട്, ഭർത്താവ് ഭാര്യയോട്, ഭാര്യ ഭർത്താവിനോട്, കൂട്ടുകാർ തമ്മിൽ, അയൽക്കാർ തമ്മിൽ, ഗുരുശിഷ്യർ തമ്മിൽ, കാമുകനും കാമുകയും തമ്മിൽ, എല്ലാത്തിനുപരി ശത്രുക്കൾ തമ്മിൽ പോലും. ഇവയുടെ എല്ലാം ഉപയോഗിക്കുന്ന വേർഡ് സ്നേഹം എന്നതാണ്. പക്ഷേ ഇവിടെയെല്ലാം കാണുന്നത് വ്യത്യസ്ത തരത്തിലെ സ്നേഹം അല്ലേ? നമ്മുടെ ബൈബിൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വേർഡാണ് സ്നേഹം. റോമർ 8:31 മുതൽ 39 വരെ വായിക്കുമ്പോൾ ഒന്നിനാലും വേർപിരിക്കാനാവാത്ത ദൈവസ്നേഹത്തെപ്പറ്റി പൗലോസ് പറയുന്നുണ്ട്. സ്നേഹത്തെപ്പറ്റി പറയുമ്പോൾ ബൈബിളിൽ മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് ഇയ്യോബ്, അദ്ദേഹത്തിൻ്റെ ജീവിതവും. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ വന്നപ്പോൾ എല്ലാവരും ഇയ്യോബിനെ തള്ളിക്കളയുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇയ്യോബ് ഈ സമയമെല്ലാം അദ്ദേഹം ദൈവസ്നേഹത്തെ മുറുകെ പിടിക്കുന്നതായി കാണാൻ സാധിക്കും. എത്ര കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അവിടെയെല്ലാം നമ്മെ മുറുകെ ചേർത്ത് പിടിക്കുന്ന ഒരു അദൃശ്യ സ്നേഹമുണ്ട്. അതാണ് ദൈവസ്നേഹം. നമ്മൾ ദൈവത്തിൽ നിന്ന് എത്രമാത്രം അകന്നു പോകുന്നുവോ അത്രമാത്രം വേദനയോടെ ദൈവം നമ്മെ അടുത്തേക്ക് വിളിക്കുകയാണ്. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കുകയാണ്: കഷ്ടതയും സ്നേഹവും തമ്മിൽ ബന്ധമുണ്ടോ? ഒരു നാണയത്തിൻ്റെ 2 പുറം പോലെ നിൽക്കുന്ന ഒന്നാണ് കഷ്ടതയും സ്നേഹവും. അവ തമ്മിൽ ഒന്നാവുന്നത് എപ്പോഴാണെന്നറിയാമോ? അതിൻ്റെ മൂല്യം കണ്ടെത്തുമ്പോൾ. എന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോൾ, ആ കളങ്കമില്ലാത്ത സ്നേഹത്തിൻ്റെ തണലിൽ ഇരിക്കുമ്പോൾ. ഇതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.